അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് രംഗത്തെത്തി. മോദിയുമായുള്ള തന്റെ അടുത്ത സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ച ട്രംപ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടൻ തന്നെ ഒരു പ്രധാന വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയും പങ്കുവച്ചു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. എനിക്ക് നിങ്ങളുടെ പ്രധാനമന്ത്രിയെ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്. ഞങ്ങൾ തമ്മിൽ മികച്ച ബന്ധമാണുള്ളത്. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മുമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുകയാണെന്നും ഇരു രാജ്യങ്ങളും നല്ലൊരു ധാരണയിലെത്താൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യ അമേരിക്ക ഉൽപ്പന്നങ്ങൾക്ക് ഉയർത്തിയ നികുതി ഏർപ്പെടുത്തിയിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ചില മേഖലകളിൽ നഷ്ടമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്കും കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. വർഷങ്ങളായി ഇന്ത്യക്ക് ഈ വ്യാപാര ബന്ധത്തിൽ വലിയ നേട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും കൂടുതൽ സമതുലമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാകാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സജീവമാണ്. വർഷങ്ങളായി തുടരുന്ന ചില വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനുമാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ നല്ല ബന്ധം ഈ ചർച്ചകൾക്ക് സഹായകരമാകുമെന്ന് ട്രംപ് പറഞ്ഞു. അവസാനം ഞങ്ങൾ ഒരു കരാറിലെത്തും. അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ ഈ പ്രതികരണം അടുത്തിടെ നടന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് പിന്നാലെയാണ് വന്നത്. ജൂൺ 1 മുതൽ ജൂൺ 4 വരെ 4 ദിവസങ്ങളിലായി ന്യൂഡൽഹിയിലായിരുന്നു ഈ പ്രധാന ചർച്ചകൾ നടന്നത്. അമേരിക്കൻ വ്യാപാര പ്രതിനിധി ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇന്ത്യൻ പ്രതിനിധികളും തമ്മിലാണ് കൂടിക്കാഴ്ച നടന്നത്. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും, കസ്റ്റംസ് നടപടികൾ, വ്യാപാരം കൂടുതൽ എളുപ്പമാക്കാനുള്ള മാർഗങ്ങൾ, നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് ഇരു വിഭാഗവും വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു താൽക്കാലിക വ്യാപാര കരാറിന് രൂപം നൽകാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ഭാവിയിൽ കൂടുതൽ വലുതും ദീർഘകാല പ്രാധാന്യമുള്ളതുമായ ഒരു വ്യാപാര കരാറിലേക്കുള്ള ചർച്ചകളും ഒരേ സമയം തുടരുകയാണ്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചർച്ചകളിൽ നല്ല പുരോഗതി ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ പറഞ്ഞത് കരാറുമായി ബന്ധപ്പെട്ട മിക്ക വിഷയങ്ങളിലും ഇതിനകം ധാരണയായിട്ടുണ്ടെന്നാണ്. ഇനി വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് അന്തിമ തീരുമാനത്തിനായി ബാക്കിയുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത്. പ്രധാന വിഷയങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചു കഴിഞ്ഞുവെന്നും കരാറിന്റെ ആദ്യഘട്ട പ്രഖ്യാപനത്തിനായുള്ള അവസാന തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അനുകൂലമല്ല. ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്താനുള്ള സാധ്യത അമേരിക്ക പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 60 രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 12.5% വരെ അധിക നികുതി ഏർപ്പെടുത്തുന്ന കാര്യമാണ് അമേരിക്ക പരിശോധിക്കുന്നത്. ഇത് നടപ്പായാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കാനിടയുണ്ട്. ഇതിനു പുറമെ അമേരിക്കൻ വ്യാപാര പ്രതിനിധി ഓഫീസ് മറ്റൊരു പ്രത്യേക പരിശോധന നടത്തിയിട്ടുണ്ട്. 1974 അമേരിക്കൻ ട്രേഡ് ആക്ടിലെ സെക്ഷൻസ് 301 പ്രകാരമാണ് ഈ പരിശോധന നടന്നത്. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ എത്തുന്നുണ്ടോ എന്നതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ നടപടിക്ക് പിന്നിലുള്ളത്. പുതിയ നിർദ്ദേശപ്രകാരം നിർബന്ധിത തൊഴിൽ നടത്താൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച രാജ്യങ്ങൾക്ക് കുറവ് നികുതി നൽകുകയും അതിനുള്ള മതിയായ നടപടികൾ ഇല്ലാതെ രാജ്യങ്ങൾക്ക് കൂടുതൽ നികുതി ചുമത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് കിങ്ഡം, ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പരിശോധനയുടെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗീറിന്റെ അഭിപ്രായത്തിൽ നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത രാജ്യങ്ങൾക്ക് അമേരിക്കൻ തൊഴിലാളികൾക്ക് അനീതിമായ മത്സരം സൃഷ്ടിക്കുകയാണ്. ആയതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയും കർശനമായ നടപടികളും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ഈ നികുതി സംബന്ധമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഒരു താൽക്കാലിക വ്യാപാര കരാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷ ശക്തമാണ്. ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും പ്രധാനമന്ത്രി മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഈ പ്രതീക്ഷകൾക്ക് കൂടുതൽ ഫലം നൽകാറുണ്ട്. വ്യാപാര രംഗത്ത് പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന ഒരു കരാറിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ചർച്ചകളിൽ നിന്ന് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കരാർ യാഥാർത്ഥ്യമായാൽ അത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരേപോലെ ഗുണകരമാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.